എല്ലാവർക്കും ഡെൽറ്റ ലാൻഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ കെമിസ്ട്രിയുടെ സിലബസ് വൈസ് ക്ലാസ്സസ് ആണ്. ഇപ്പോൾ ഫിസിക്സിൻ്റെ ക്ലാസ്സസ് ഇതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഫസ്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് നല്ലൊരു റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു, കുറേ പേര് കമൻറ്റ് ചെയ്തു. വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പോകെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇപ്പം സൗണ്ട് കുറവാണെന്ന് ഒരുപാട് കമൻറ്റ്സ് വന്നിരുന്നു. അത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. കാരണം ഞാൻ അത്രയും ലെങ്ത് ഉള്ളൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് പോയത് കൊണ്ടാണ് പിന്നെ വീണ്ടും റെക്കോർഡ് ചെയ്യാഞ്ഞത്. അപ്പം ഈ വീഡിയോ തൊട്ട് സൗണ്ട് പ്രോബ്ലം ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് റീകൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ മൊഡ്യൂൾ 6 ആണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ സിലബസ് ആണ് കേട്ടോ. HSA ഫിസിക്കൽ സയൻസിൻ്റെ 2016 ഇറങ്ങിയ, അല്ലെ 2018 എക്സാം നടന്ന ആ ഒരു സിലബസ് ആണിത്. അപ്പം ഇത് തന്നെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പം ജനുവരി 15 സിലബസ് വരും എന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പം അന്ന് നമുക്ക് കറക്റ്റായിട്ട് സിലബസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ അറിയും. അപ്പം നമ്മൾ ഈ പുതിയ സിലബസ് വരുന്നിടം വരെ ആ 15 ദിവസം വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ഇനി കൺഫർമേഷൻ കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും സിലബസ് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാളും നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കുക, അല്ലെ? തുടങ്ങി വെച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിൽ മാറ്റം വരുത്താം. അല്ലാതെ നമ്മൾ ഇനി അത് വരുന്നിടം വരെ കാത്തിരിക്കുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നതാണ്. ഓക്കെ, പിന്നെ വീഡിയോസ് കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് ഇനി തൊട്ടുള്ള വീഡിയോസ് ഞാൻ കുറച്ച് സ്പീഡിൽ ഞാൻ പറയില്ല, എന്നാലും കുറച്ച് കോൺസൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ എടുക്കാം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ മൊഡ്യൂൾ 6 കെമിസ്ട്രി ആണ്. ആറ്റം മോഡൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഡി ബ്രോഗ്ലി റിലേഷൻ, ഡ്യുവൽ നേച്ചർ, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് അല്ലെ. ഇത് ഇത്രയും നമ്മുടെ +1 കെമിസ്ട്രിയുടെ ചാപ്റ്റർ 2 അല്ലെ, സെക്കൻഡ് ചാപ്റ്റർ ആറ്റംസ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടോപ്പിക്കുകളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അതിലെ ആറ്റം മോഡൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു ടോപ്പിക്കിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ കെമിസ്ട്രിയുടെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, ആറ്റം ഘടന എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക അല്ലെ. അത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പം പിന്നെ ചിലവർ ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി ലെവൽ ചോദ്യങ്ങളില്ലേ, നമ്മൾ NCERT പഠിക്കുന്ന ക്ലാസ്സുകൾ കണ്ടിട്ട് ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഡിഗ്രി ലെവൽ ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം PSC എല്ലാ തവണയും എന്താണ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിപ്പം 2018 നടന്ന എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 7 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ അത്രയും വ്യത്യാസങ്ങൾ ആ ഒരു പരീക്ഷയിൽ ഉണ്ടാവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തും പ്രതീക്ഷിച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പം നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനായിട്ട് നമ്മൾ NCERT സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ NCERT ബേസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഓൺലൈൻ കോച്ചിങ് വേറെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാനൊരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മെയിൽ ID ഫസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നും പറഞ്ഞ്. അപ്പം ഞാനത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളുടെയൊക്കെ മെയിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ആർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആറ്റം ഘടനയിലോട്ട് പോകാം. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഈ ത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആറ്റംസ് എന്താണ്, അല്ലെങ്കിൽ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം, ഇതൊക്കെ നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. കാരണം ഇതൊന്നും സിലബസിന് നേരിട്ട് ഇതിന്റെ ഹെഡിങ് കൊടുക്കാത്ത കാരണം ഞാനത് ജസ്റ്റ് കണ്ടുപോകാം. അപ്പൊ ഇതിനകത്ത് എളുപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു വെക്കാം. നമ്മുടെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റോമിക മാതൃകകൾ, ഈ ഒരു സംഭവത്തിൽ നിന്നാണ് നമ്മുടെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സിലബസിൽ കണ്ട ആറ്റോമിക് മോഡൽസ് എന്ന് പറയുന്നതാണ് അറ്റോമിക മാതൃകകൾ. ഇതിനു മുമ്പേ ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത് ആറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എന്താണ് പണ്ട് കാലത്ത് ആറ്റം എന്ന് വിചാരിച്ചിരുന്നത്, അതായത് ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ വിചാരിച്ചിരുന്നത് ആറ്റം എന്താണ്, അവിഭാജ്യമായിട്ടുള്ള ഒരു വസ്തുവാണെന്നാണ്. അതായത് നമുക്ക് വിഭജിക്കാൻ കഴിയാത്തത്, അൺഡിവിസിബിൾ ആണ് ആറ്റം എന്നാണ് ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് എന്തെന്ന് പറയുന്നത്,
ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയുമെന്നും അതിനകത്ത് ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് എന്ന് പറയുന്ന കണികകളുണ്ടെന്നും അല്ലെ ന്യൂട്രോൺസ് എന്ന് പറയുന്ന കണികകളുണ്ടെന്നും ഒക്കെ ഉള്ളൊരു കണ്ടുപിടുത്തങ്ങൾ വന്നത് അവിടെയാണ് ഉപ അറ്റോമികങ്ങളുടെ കണ്ടുപിടുത്തത്തിലോട്ട് നയിച്ചത്. അപ്പോൾ അതിനാണ് ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തം. ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് അത് വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ഈ കാഥോഡ് കിരണങ്ങൾ ഡിസ്ചാർജ് നാളികളിലൂടെ പോകുമ്പോഴുള്ള ആ ഒരു എക്സ്പെരിമെന്റ് അതിലാണ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത്. അപ്പൊ കാഥോഡ് റേസിനകത്ത് ഉണ്ടാകുന്നത് ഇലക്ട്രോൺസ് ആണ് കേട്ടോ. ഇലക്ട്രോൺസും പ്രോട്ടോൺസും നിങ്ങൾക്ക് എന്താന്ന് ഞാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. പ്രോട്ടോൺസ് ഉണ്ട്. പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എന്താണ്? അവർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അതുപോലെ ന്യൂട്രോൺസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ന്യൂട്രോൺസ് എന്താണ്? അവർക്ക് ചാർജ് ഇല്ല, ചാർജ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അതാണ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ഇവരൊക്കെ എന്താണ്? ആറ്റത്തിന്റെ അകത്തുള്ള കണികകളാണ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഒക്കെ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രോൺസിന്റെ ഒരു പ്രസൻസ് കണ്ടുപിടിച്ചത്. ആൻഡ് ഈ ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ജെ തോംസൺ ആണ്. ഓക്കെ, അതിവിടെ എവിടെയോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജെ തോംസൺ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം, അതായത് E/m റേഷ്യോ അല്ലെ, E/m റേഷ്യോ നമ്മൾ പഠിക്കുന്നതാണ്, നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുന്നതാണ്. ആ E/m റേഷ്യോ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ജെ തോംസൺ തന്നെയാണ്. ദെൻ അത് ചാർജ് E എന്ന് പറയുന്ന ഇവിടെ വൈദ്യുത ചാർജ് ആണ്, ഇലക്ട്രോണിക് ചാർജ്. M എന്ന് പറയുന്ന മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. ആ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ അതിനെയാണ് ഈ അനുപാതം, ചാർജും മാസും തമ്മിലുള്ള അനുപാതം അല്ലെങ്കിൽ E/m റേഷ്യോ എന്ന് നമ്മൾ പറഞ്ഞത്. സോ അത് ജെ തോംസൺ ആണ് കണ്ടുപിടിച്ചത്. അതിന്റെ എക്സ്പെരിമെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ ഒരു വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. E/m റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1.75 × 10⁻11 കുളുംബ് പെർ കിലോഗ്രാം അല്ലെ, അതാണ് വാല്യൂ. ആൻഡ് ദാറ്റ് ഓൾസോ ഇയുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇയുടെ വാല്യൂ എന്താണ്? ഇ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ചാർജ് ആണ്. ദാറ്റ് ഈസ് എത്രയാണ്? 1.6 × 10⁻19 കുളുംബാണ്. ഓക്കെ, 1.6 × 10⁻19. ഇവിടെ മൈനസ് ഉണ്ട്. ഈ ഒരു പ്രിന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അല്ലെ പ്രത്യേകത എന്നല്ല പറയേണ്ട, അതിന്റെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ഈ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ചില ഹൈഫണുകൾ കാര്യങ്ങളൊക്കെ ചിലതൊന്നും അത്ര ക്ലിയർ അല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ കാണാം ഇത് അത്ര ക്ലിയർ അല്ല. ഓക്കെ, 1.6 × 10⁻19 കുളുംബാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് മാസ് ഓഫ് ദി ഇലക്ട്രോൺ നോക്കിക്കേ, 9.1 × 10⁻31 കിലോഗ്രാം. അതാണ് മാസ് ഓഫ് ദി ഇലക്ട്രോൺ. ഓക്കെ, മാസ് ഓഫ് ദി ഇലക്ട്രോണും കണ്ടു ആൻഡ് ഇലക്ട്രോണിക് ചാർജും കണ്ടു. അതിൽ നിന്ന് നമ്മൾ E/m റേഷ്യോ കണ്ടു, 1.75 × 10⁻11 കുളുംബ് പെർ കിലോഗ്രാം. ഓക്കെ, ആ ജസ്റ്റ് വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. അതുപോലെ തന്നെ അടുത്തത് പ്രോട്ടോൺ അല്ലെ. പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? ഈ 1919 ഈ പോസിറ്റീവ് ചാർജുള്ള കണത്തിന്റെ പ്രത്യേകതകൾ കണ്ടെത്തിയത്. എന്നാൽ പിന്നീട് ആറ്റത്തിലെ ഘടകമായ ഒരു വൈദ്യുത നിർവീര്യ കണത്തിന്റെ സാന്നിധ്യം ആവശ്യമുള്ളതുമായി ബോധ്യപ്പെട്ടു. ബെറിലിയത്തിന്റെ ഒരു നേർത്ത തകിടിൽ X കണങ്ങളെ ശക്തമായി ഇടിപ്പിച്ച് ചാഡ്വിക് ഈ കണങ്ങളെ കണ്ടെത്തി. പ്രോട്ടോണുകളേക്കാൾ അല്പം കൂടിയ മാസുള്ള വൈദ്യുത നിർവീര്യ കണങ്ങൾ ഈ പരീക്ഷണത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അദ്ദേഹം ഇവയെ ന്യൂട്രോണുകൾ എന്ന് പറഞ്ഞു അല്ലെ. ചാഡ്വിക് ആണ് ന്യൂട്രോൺസിനെ കണ്ടുപിടിച്ചത്. ഓക്കെ, ന്യൂട്രോൺസിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. ദെൻ ഓക്കെ, ഇതാണ് അടിസ്ഥാന കണങ്ങളുടെ ഓരോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിന്റെ പ്രതീകം E ആണ്. ചാർജ് -1.6 × 10⁻19 കുളുംബ് അല്ലെ. ഇലക്ട്രോണിക് ചാർജിന്റെ വാല്യൂ 1.6, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1.6 × 10⁻19 കുളുംബ് ആണെങ്കിലും അതിന്റെ വാല്യൂ എന്താണ്? ചാർജ് എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും അല്ലെ. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് 1.6 × 10⁻19 കുളുംബ് ആണ്. ദെൻ മാസ്, രണ്ടെണ്ണത്തിന്റെ മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ന്യൂട്രോൺസിന്റെ ചാർജ് 0 ആണ് ആൻഡ് മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, മില്ലിക്കൻ എണ്ണത്തുള്ളി പരീക്ഷണം. അതായത് മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് അല്ലെ. മില്ലിക്കൻസിന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴിയാണ് നമ്മൾ ഈ ഒരു ചാർജിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് അല്ലെ. E എന്ന് പറയുന്ന ഇലക്ട്രോണിക് ചാർജിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് ഈ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴിയാണ്. ഓക്കെ,
ദെൻ അടുത്ത നമ്മുടെ കാര്യമാണ് അറ്റോമിക മാതൃകകൾ. അറ്റോമിക മാതൃകകളിലേക്ക് നമുക്ക് പോകാം അല്ലെ. അപ്പം മുൻ വിഭാഗങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ലഭിച്ച നിരീക്ഷണങ്ങൾ ഡാൾട്ടന്റെ അവിഭാജ്യമായ ആറ്റത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ഉള്ള ഉപ അറ്റോമിക കണങ്ങൾ ഉള്ളതായി സൂചിപ്പിക്കുന്നു. ആറ്റത്തിലെ ഇത്തരം ചാർജിത കണങ്ങളുടെ വിന്യാസത്തെ വിശദീകരിക്കാൻ വ്യത്യസ്ത അറ്റോമിക മാതൃകകൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടു. ഇത്തരം മാതൃകകളിൽ ചിലതിന് ആറ്റങ്ങളുടെ സ്ഥിരത വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജെ തോംസണും ഏണസ്റ്റ് റുദർഫോർഡും മുന്നോട്ട് വെച്ച രണ്ട് മാതൃകകൾ താഴെ ചർച്ച ചെയ്യുന്നു. അതായത് ഒന്നുമില്ല, നമ്മൾ ആദ്യം പറഞ്ഞു ഡാൾട്ടന്റെ അറ്റോമിക് തിയറി പ്രകാരം എന്താണ്, ആറ്റം എന്ന് പറയുന്നത് അവിഭാജ്യമാണ്. അതായത് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇൻഡിവിസിബിൾ ആണ് ആറ്റം എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഈ എക്സ്പെരിമെന്റ്സിലൂടെ ഓരോരുത്തരായിട്ട് എന്താണ് നമ്മുടെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതുപോലെ ന്യൂട്രോൺസ് പോലുള്ള കണികകളെ കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടുത്തം വന്നതിന് ശേഷം എന്താണ്, ഈ ആറ്റത്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആറ്റത്തിന്റെ മാതൃകയെ പറ്റി ഒരുപാട് എന്താണ് മാതൃകകൾ ഓരോരോ സയന്റിസ്റ്റുകൾ വെച്ച് മുന്നോട്ട് വെച്ചു. അപ്പൊ അതിൽ ഓരോരോ മാതൃകകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായ ഒരു മാതൃകയാണ് തോംസൺ ആറ്റം മോഡൽ അല്ലെങ്കിൽ തോംസൺ ആറ്റം മാതൃക. 1898 യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് ഏകദാനമായി വിതരണം ചെയ്തിരിക്കുന്നു എന്നതിന്റെ അർത്ഥം. ഓക്കെ, അതായത് ഇലക്ട്രോൺസ് എന്താണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ എന്നാണ് നമ്മൾ പറയുന്നത്. സോ അപ്പം നോക്കിക്കേ, ഏറ്റവും സ്ഥിരതയുള്ള വൈദ്യുതാകർഷണ ക്രമീകരണം എന്നാണ് ഈ ഒരു ഇതിനെ പറയുന്നത്. ഇലക്ട്രോണുകൾ അതിൽ ഉൾച്ചേർത്തിരിക്കുന്നു. സോ പ്ലം പുഡിംഗ് മോഡൽ, റേസിൻ പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക എന്നും ഇതിനെ പറയാറുണ്ട്. അതായത് നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ഉണ്ടായിരിക്കും. ആ സ്ഫിയറിനകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജെ തോംസന്റെ ആറ്റം മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഒരു പുഡിംഗ് അല്ലെങ്കിൽ തണ്ണിമത്തൻ ആയും ഇലക്ട്രോണുകൾ അതിൽ ഉൾച്ചേർത്ത പ്ലം അല്ലെങ്കിൽ വിത്തുകൾ ആയും ഈ മാതൃകയെ സങ്കല്പിക്കാൻ കഴിയും. ആറ്റത്തിന്റെ മാസ് ഒരേ അളവിൽ ആറ്റത്തിൽ മുഴുവൻ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതായി കരുതുന്നതാണ് ഈ മാതൃകയുടെ ഒരു പ്രധാന സവിശേഷത. അതായത് എന്താണ്, ആറ്റത്തിന്റെ മാസ് എന്താണ്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അല്ലെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ആറ്റം എന്നാണ് ഈ ഒരു മാതൃകയുടെ പ്രത്യേകത എന്ന് ഈ മാതൃക പറയുന്നത്. സോ ആറ്റത്തിന്റെ മൊത്തത്തിലുള്ള നിർവീര്യതയെ വിശദീകരിക്കാൻ ഈ മാതൃക വിജയിച്ചു. എങ്കിലും പിന്നീടുള്ള പരീക്ഷണ ഫലങ്ങളുമായി അതിന് പൊരുത്തപ്പെടാനായില്ല. വാതകങ്ങളിൽ കൂടിയുള്ള വൈദ്യുത ചാലനത്തിന്റെ സൈദ്ധാന്തികവും പരീക്ഷണാത്മകവുമായ അന്വേഷണങ്ങൾക്ക് 1906 തോംസണ് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചു. അപ്പൊ എന്താണ്, ആറ്റത്തിന്റെ മുഴുവൻ മാസും എന്താണ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അല്ലെ, മുഴുവൻ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതായി, ആറ്റത്തിൽ മുഴുവൻ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതായി, ഒരേ അളവിൽ ആറ്റത്തിൽ വിതരണം ചെയ്യപ്പെട്ടതായിട്ടാണ് ഈ ഒരു മാതൃക പറയുന്നത്. അതേപോലെ തന്നെ ആറ്റം നിർവീര്യമാണ്. അതായത് എന്താണ്, ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയുന്നു. അതായത് ചാർജ്, ടോട്ടൽ ചാർജ് ഓഫ് ദ ആറ്റം എന്താണ്, 0 ആണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ, 0 ആണെന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ചാർജ് ഓഫ് ദ ആറ്റം ഇസ് 0, അല്ലെങ്കിൽ ആറ്റം മൊത്തത്തിൽ എന്താണ്, നിർവീര്യമാണ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ ഒരു മാതൃക മുന്നോട്ട് വെച്ചത്. പക്ഷെ എന്നിരുന്നാലും ഈ കാര്യങ്ങൾ പിന്നീടുള്ള പരീക്ഷണത്തിൽ എന്താണ്, ഈ മാതൃക എന്താണ് വിജയിക്കാൻ സാധിച്ചില്ല. മറ്റുള്ള പരീക്ഷണത്തിൽ എന്താണ് കിട്ടുന്ന ഫലങ്ങളുമായിട്ട് ഈ ഒരു മാതൃക പൊരുത്തപ്പെട്ടു പോയില്ല. അതുകൊണ്ട് ഈ ഒരു മാതൃക എന്താണ് വിജയിച്ചില്ല, മുന്നോട്ട് പോയില്ല. അടുത്ത നോക്കിക്കേ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാതൃകയാണെന്ന് പറയുന്നത് റുദർഫോർഡിന്റെ ന്യൂക്ലിയർ ആറ്റം മാതൃക, അല്ലെ, റുദർഫോർഡിന്റെ ന്യൂക്ലിയർ ആറ്റം മാതൃകയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ റുദർഫോർഡും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും, അതായത് ഹാൻസ് ഗീഗർ, ഏണസ്റ്റ് മാഴ്സ്ഡൻ, അല്ലെ, ഈ രണ്ട് ശിഷ്യന്മാരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു മാതൃക അല്ലെങ്കിൽ ഈ ഒരു മാതൃക കിട്ടാനായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ചെയ്തത്. ആ എക്സ്പെരിമെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അതാണ് ആൽഫ കിരണങ്ങളെ വളരെ നേർത്ത സ്വർണ്ണ തകിടിൽ ശക്തിയായി കൂട്ടിമുട്ടിച്ചു. അതായത് സ്വർണ്ണ തകിട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, എന്താണ്, ഗോൾഡ് ഫോയിൽ, അല്ലെ, നമ്മളൊരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്നും ഇതിനെ പറയാറുണ്ട്, അല്ലെ. അപ്പൊ ചെറിയ ഗോൾഡിന്റെ നേർത്ത ഒരു സ്വർണ്ണ തകിട് എടുത്തു, എന്നിട്ട് എന്താണ്, അതിനെ ആൽഫ പാർട്ടിക്കിളുമായിട്ട് എന്ത് ചെയ്തു, കൂട്ടിമുട്ടിച്ചു. അതാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ ചെയ്തത്. സോ റുദർഫോർഡിന്റെ പ്രസിദ്ധമായ ആൽഫ കിരണ വിസരണ പരീക്ഷണം, അതാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു, അല്ലെ. റേഡിയോ ആക്റ്റീവ് സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ഉയർന്ന ഊർജ്ജമുള്ള ആൽഫ കണങ്ങളുടെ ഒരു ധാര ഒരു നേർത്ത ഗോൾഡ് ലോഹത്തകിടിൽ ഇടിപ്പിച്ചു. നേർത്ത ഗോൾഡ് ലോഹത്തകിടിനും ചുറ്റും വൃത്താകൃതിയിലുള്ള ഒരു ഫ്ലൂറസൻ സിങ്ക് സൾഫൈഡ് മറയുണ്ടായിരുന്നു. ആൽഫ കണങ്ങൾ സ്ക്രീനിൽ പതിക്കുമ്പോഴെല്ലാം ആ ബിന്ദുവിൽ ഒരു ചെറിയ മിന്നൽ ഉണ്ടാവുന്നു. അതായത് ഇവിടെ നോക്കിക്കേ, ഇതാണ് ഈ എക്സ്പെരിമെന്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതെന്താണ്, ആൽഫ പാർട്ടിക്കിളിന്റെ ഒരു സ്രോതസ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയാം. അത് കഴിഞ്ഞ് ഈ ആൽഫ പാർട്ടിക്കിളിന് എന്താണ് ഇങ്ങോട്ട്
നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന ഗോൾഡ് ഫോയിലുമായിട്ട് എന്ത് ചെയ്തു, സ്ട്രൈക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എന്താ ഗോൾഡ് ഫോയിലുമായിട്ട് ഹിറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. സോ ആ ഗോൾഡ് ഫോയിലോട്ട് ഈ ആൽഫ പാർട്ടിക്കിൾസ് അങ്ങോട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്, ഇവിടെ ഒരു സ്വർണ്ണ തകിട് കണ്ടില്ലേ, ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ സ്വർണ്ണത്തകിടിന് ചുറ്റുമായിട്ടൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് സിങ്ക് സൾഫൈഡ് ആണ് ഉള്ളത്. ഈ സിങ്ക് സൾഫൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആൽഫ പാർട്ടിക്കിൾസ് അതിലോട്ട് വന്ന് വീണ് കഴിയുമ്പോഴത്തേക്കും അവരെന്താണ് ഫോസ്ഫോറസെന്റ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ കാണിക്കും. അതായത് എന്താണ്, അവർ ചെറുതായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഈ ഫോസ്ഫോറസെൻസ് അല്ലെങ്കിൽ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു ഫോസ്ഫോറസെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. സോ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആൽഫ പാർട്ടിക്കിൾസ് അതിലോട്ട് വന്ന് വീഴുമ്പോഴത്തേക്കും ചെറിയൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ചെറിയൊരു മിന്നൽ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ചെറുതായിട്ടൊരു ലൈറ്റ് കത്തുന്ന പോലെ ഒരു ഇതുണ്ടാകുന്നു. അതാണ് ഫോസ്ഫോറസെന്റ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിങ്ക് സൾഫൈഡ് ഫ്ലൂറസെന്റ് ആണ്. അതുകൊണ്ട് സിങ്ക് സൾഫൈഡിൽ ചെറിയൊരു മിന്നൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് കണ്ടുന്നു. അപ്പൊ എന്താണ്, ഈ വിസരണ പരീക്ഷണത്തിന്റെ ഫലങ്ങൾ വളരെ അപ്രതീക്ഷിതമായിരുന്നു. തോംസൺ ആറ്റം മാതൃക അനുസരിച്ച് തകിടിലെ ഓരോ സ്വർണ്ണ ആറ്റത്തിന്റെയും മാസ് ആറ്റത്തിലുടനീളം പരന്നിരിക്കുന്നുവെങ്കിൽ അതിൽ കൂടി നേർരേഖയിൽ കടന്നു പോകാൻ വേണ്ടത്ര ഊർജം ആൽഫ കണങ്ങൾക്കുണ്ടായിരുന്നു. തകിടിലൂടെ കടന്നു പോകുമ്പോൾ കണികൾ മന്ദഗതിയിലാകുമെന്നും അവയ്ക്ക് ദിശമാറ്റം ഉണ്ടാകുമെന്നത് ചെറിയ കോണളവുകളിലുമായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഈ പരീക്ഷണത്തിലെ നിരീക്ഷണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. സ്വർണ്ണ തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനമൊന്നും കൂടാതെ കടന്നുപോയി. ആൽഫ കണങ്ങളുടെ ഒരു ചെറിയ ഭാഗം ചെറിയ കോണുകളിൽ വ്യതിചലിച്ചു. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ തിരികെ വന്നു. അതായത് അവ 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. അപ്പൊ എന്താണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തോംസൺ ആറ്റം മാതൃകയിൽ പറഞ്ഞ എന്താണ്, ആറ്റത്തിന്റെ മൊത്തം മാസും ആറ്റത്തിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫ കണങ്ങൾ ഗോൾഡ് ഫോയിൽ ആറ്റംസിന്റെ അങ്ങോട്ട് ചെന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ്, ആ ഗോൾഡ് ഫോയിൽ മറികടന്ന് അപ്പുറത്തെത്താനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അത്രയും ഊർജം ആർക്കുണ്ട്, ആൽഫ പാർട്ടിക്കിൾസിനുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും എന്താണ് ഇതിന്റെ ഫലം എന്തായിരുന്നു, കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് തിരിച്ചു വന്നു. അവര് ചെറിയ കോണളവിൽ അവരുടെ ചലനം മന്ദഗതിയിലാകും. അതുപോലെ ചെറിയ കോണളവിൽ അവർ തിരിച്ചു വരും അല്ലെങ്കിൽ ദിശാമാറ്റം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു, ഈ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കിക്കേ. മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനം ഒന്നും കൂടാതെ കടന്നുപോയി. എന്താണ്, അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പല ആൽഫ പാർട്ടിക്കിൾസും ആ ഒരു ഗോൾഡ് ഫോയിലൂടെ ട്രാവൽ ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് പാസ് ചെയ്തു പോയി. ഇനി ആൽഫ കണങ്ങളുടെ ഒരു ചെറിയ ഭാഗം ചെറിയ കോണുകളിൽ വ്യതിചലിച്ചു അല്ലെ. ആൽഫ പാർട്ടിക്കിൾസ് ചെറിയൊരു ഭാഗം മാത്രം എന്ത് ചെയ്തു, ആൽഫ പാർട്ടിക്കിൾസ് സ്മോൾ ആംഗിൾസിൽ എന്ത് ചെയ്തു, ഡിഫ്ലക്ട് ചെയ്തു. കോൺ എന്ന് പറഞ്ഞ ആംഗിൾ ആണ്, കോൺ ആംഗിൾ. വ്യതിചലിക്കുക എന്ന് പറഞ്ഞ ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു. അതുപോലെ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം എന്ത് ചെയ്തു, തിരികെ വന്നു. തിരികെ വരിക എന്ന് വെച്ചാൽ ഇങ്ങനെ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വന്നു. അതായത് 180 ഡിഗ്രി ആണ് എന്തെന്ന് പറയുന്നത് അവരുടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ദാറ്റ് ഇസ് 1 in 20,000, അതായത് 20,000-ൽ 1 എന്നുള്ളൊരു നിരക്കിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം എന്ത് ചെയ്തു, തിരിച്ചു വന്നു. 180 ഡിഗ്രി വ്യതിചലിച്ചു. അപ്പൊ ഇത്രയാണെന്ന് പറയുന്നത് റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റിൽ ഉള്ള ഫലങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ. പക്ഷെ ഈ ഒരു നിരീക്ഷണം നമുക്ക് നോക്കിയാൽ നമ്മൾ തോംസൺ മോഡലിൽ പറഞ്ഞു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നമ്മുടെ മാസ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ഫുൾ ബോഡി അല്ലെങ്കിൽ ഫുൾ ബോഡി ഓഫ് ദ ആറ്റത്തിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന്. പക്ഷെ ഈ ഒരു എക്സ്പെരിമെന്റ് കാണുമ്പോൾ അങ്ങനെ ഫുൾ ബോഡി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ആറ്റം, ഈ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം അതിനെയാണ് ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ റുദർഫോർഡ് ആറ്റം ഘടനയെക്കുറിച്ച് താഴെ പറയുന്ന നിഗമനങ്ങളിൽ എത്തി. എന്തൊക്കെയാണ്, ഭൂരിഭാഗം ആൽഫ കണങ്ങളും തകിടിലൂടെ വ്യതിയാനമില്ലാതെ കടന്നുപോയത് കൊണ്ട് ആറ്റത്തിന്റെ വ്യാപ്തത്തിൽ ഭൂരിഭാഗവും ശൂന്യമാണ് അല്ലെ. വ്യതിയാനങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ എന്താണ്, ആൽഫ പാർട്ടിക്കിൾ കടന്നുപോയി. സോ അതിന്റെ അർത്ഥം എന്താണ്, വ്യാപ്തത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ്. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഇസ് എംപ്റ്റി, ശൂന്യമാണ് എന്ന് പറഞ്ഞു. അതുപോലെ നോക്കിക്കേ, പോസിറ്റീവ് ചാർജുള്ള ഏതാനും ആൽഫ കണങ്ങൾ വ്യതിചലിച്ചു. ഈ വ്യതിയാനത്തിന് കാരണം വളരെ വലിയ വികർഷണ ശക്തിയാണ്. അത് സൂചിപ്പിക്കുന്നത് തോംസൺ കരുതിയതുപോലെ പോസിറ്റീവ് ചാർജ് ആറ്റത്തിന്റെ മുഴുവൻ സ്ഥലത്തുമായി വ്യാപിച്ചു കിടക്കുന്നില്ല എന്നാണ്. വളരെ ചെറിയൊരു വ്യാപ്തത്തിൽ കേന്ദ്രീകരിച്ച് പോസിറ്റീവ് ചാർജ് ആയിരിക്കണം പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ വ്യതിചലിപ്പിച്ചത്. അതായത് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്ട് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ചാർജ് ആണ്. അപ്പം ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ എന്താണ്, വികർഷണ ശക്തി വേണം, അതായത് റിപ്പൽഷൻ വേണം. റിപ്പൽഷൻ വേണമെങ്കിൽ
ഒരു വലിയ ഒരു പോസിറ്റീവ് ചാർജ് ആറ്റത്തിൽ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പം ഈ വളരെ ചെറിയൊരു വ്യാപ്തത്തിൽ കേന്ദ്രീകരിച്ച ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കണം എന്ത് ഈ ആൽഫ പാർട്ടിക്കിൾസിനെ റിപ്പൽസ് ചെയ്തത് അല്ലെങ്കിൽ വികർഷിച്ചത്. ആ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആ ഇതെന്ന് പറയുന്നത് എന്താണ്, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണെന്ന് റുദർഫോർഡ് പറയുകയുണ്ടായി. ഓക്കെ, അതാണ് വളരെ ചെറിയൊരു വ്യാപ്തത്തിൽ കേന്ദ്രീകരിച്ച പോസിറ്റീവ് ചാർജ് ആയിരിക്കണം പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ വ്യതിചലിപ്പിച്ചത്. അപ്പം റിപ്പൽഷൻ വരുമ്പോഴത്തേക്കും എന്താണ്, ഇപ്പൊ പോസിറ്റീവ്ലി ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ്ലി ചാർജുള്ള ഈ ഒരു സെന്ററിലോട്ട് വരുമ്പോഴെന്താണ് അവരെ റിപ്പൽസ് ചെയ്ത് എന്താണ് 180 ഡിഗ്രി അങ്ങോട്ട് തിരിച്ച് ഡിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ റുദർഫോർഡ് എന്താണ് അതിൽ നിന്ന് നിഗമനത്തിലെത്തിയത് നോക്കിക്കേ. മൂന്നാമത്തെ നോക്കിക്കേ, റുദർഫോർഡ് കണക്കാക്കിയതിനനുസരിച്ച് ആറ്റത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വ്യാപ്തം വളരെ ചെറുതാണ്. ആറ്റത്തിന്റെ ആരം 10⁻⁻10 മീറ്റർ ആയിരിക്കുമ്പോൾ ന്യൂക്ലിയസിന്റേത് 10⁻⁻15 മീറ്റർ ആണ്. ഒരു ക്രിക്കറ്റ് ബോൾ ഒരു ന്യൂക്ലിയസിനെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ആറ്റത്തിന്റെ ആരം 5 കിലോമീറ്റർ ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ ഈ വലിപ്പ വ്യത്യാസം വിവേചിച്ചറിയാം അല്ലെ. അപ്പം എന്താണ്, ന്യൂക്ലിയസിന്റെ സൈസും ആറ്റത്തിന്റെ സൈസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ന്യൂക്ലിയസിന്റെ സൈസ് എന്താണ്, വളരെ ചെറുതാണ്, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് ഇതിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, ആറ്റത്തിനകത്ത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്റർ ഉണ്ട്, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം എംപ്റ്റി, ആറ്റത്തിന്റെ വ്യാപ്തത്തിലുള്ള ഭൂരിഭാഗം സ്ഥലം എന്താണ്, ശൂന്യമാണ്. അതുപോലെ തന്നെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിന്റെ സൈസിനെക്കാട്ടിലും വളരെ ചെറുതായിരിക്കും. അപ്പൊ നോക്കിക്കേ, അതാണ് നമ്മൾ ഇവിടെ ഒന്ന് ക്രോഡീകരിച്ച് പറയുന്നത്. മേൽപ്പറഞ്ഞ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും അടിസ്ഥാനമാക്കി റുദർഫോർഡ് ആറ്റത്തിന്റെ ന്യൂക്ലിയർ മാതൃക പ്രോട്ടോണുകൾ കണ്ടെത്തിയതിനു ശേഷം നിർദ്ദേശിച്ചു. ഈ മാതൃക അനുസരിച്ച് പോസിറ്റീവ് ചാർജും ആറ്റത്തിലെ മാസിന്റെ ഭൂരിഭാഗവും വളരെ ചെറിയ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആറ്റത്തിലെ ഈ ചെറിയ ഭാഗത്തെ റുദർഫോർഡ് ന്യൂക്ലിയസ് എന്നാണ് വിളിച്ചത്. അതേപോലെ ന്യൂക്ലിയസ് വൃത്താകൃതിയിലുള്ള പരിക്രമണ പഥങ്ങളിൽ വളരെ ഉയർന്ന വേഗതയോടെ സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ പരിക്രമണ പഥങ്ങളെ ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നു. അങ്ങനെ റുദർഫോർഡിന്റെ ആറ്റം മാതൃക സൗരയുധത്തിനോട് സാദൃശ്യം പുലർത്തുന്നു. അതിൽ ന്യൂക്ലിയസ് സൂര്യന്റെ പങ്ക് വഹിക്കുന്നു. അതേസമയം ഇലക്ട്രോണുകൾ കറങ്ങുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒന്നുമില്ല. സെന്ററിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ആണ് ഉള്ളത് ആറ്റത്തിന്റെ. അതേപോലെ തന്നെ നമ്മുടെ സൂര്യന്റെ അതായത് നമ്മുടെ സോളാർ സിസ്റ്റം അല്ലെ, സോളാർ സിസ്റ്റം അല്ലെ സൗരയൂഥം പോലെ സൂര്യൻ നടുക്കും പ്ലാനറ്റുകൾ സൂര്യന് ചുറ്റും കറങ്ങുന്നത് പോലെ തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് നടുക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്താണ് പരിക്രമണ പദങ്ങളെ ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്ന പരിക്രമണ പദങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് കറങ്ങുന്നു എന്ന് പറയുന്നു. ക്ലിയർ ആയോ? അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസിന് ചുറ്റും സ്പെസിഫിക് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ട്. ആ ഓർബിറ്റൽസിലൂടെയാണ് ഇലക്ട്രോൺസ് കറങ്ങുന്നത്. ആരെ ചുറ്റി? നമ്മുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസിനെ ചുറ്റി. ഓക്കെ, ദെൻ ഇലക്ട്രോണുകളെയും ന്യൂക്ലിയസിനെയും ഒരുമിച്ച് നിർത്തുന്നത് സ്ഥിത വൈദ്യുതാകർഷണ ബലങ്ങളാണ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺസിനെയും ന്യൂക്ലിയസിനെയും തമ്മിൽ എന്താണ് ഒരുമിപ്പിച്ച് നിർത്തുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയാണ് റുദർഫോർഡിന്റെ മോഡൽ. റുദർഫോർഡിന്റെ മോഡൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഈ ലാസ്റ്റ് വന്ന 3 നിരീക്ഷണങ്ങൾ പഠിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ ഗോൾഡ് ഫോയിൽ വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്തത്, അത് ഓർക്കുക. അതൊരു പഴയ ഏതൊരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഗോൾഡ് ഫോയിൽ ഏത് ഫോയിൽ വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്തതെന്നുള്ളത്. അത് ഗോൾഡ് ഫോയിലാണ് ഉത്തരം വരുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന 3 നിരീക്ഷണങ്ങൾ, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം എംപ്റ്റി എന്ന് പറയുന്ന ഈ 3 നിരീക്ഷണങ്ങൾ നോക്കുക. അതുപോലെ തന്നെ അവസാനത്തെ 3 നിഗമനങ്ങളും നോക്കുക. അതാണ് റുദർഫോർഡിന്റെ മാതൃകയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ അറ്റോമിക സംഖ്യയും മാസ് സംഖ്യയും. ഇത് ഞാൻ ചുരുക്കി പറയാം. ഇത് നമ്മുടെ സിലബസിൽ അങ്ങനെ എടുത്തു പറയുന്നൊന്നുമില്ല, എന്നാലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അറ്റോമിക് മാസും അറ്റോമിക് നമ്പറും അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അറ്റോമിക സംഖ്യ ഇസഡ് എന്ന് പറയുന്ന നമ്പർ കൊണ്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്, അറ്റോമിക് മാസ്. അതേപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കണം, ഈ പ്രോട്ടോണിലുള്ള ചാർജ് ഇലക്ട്രോണിൻ്റെതിന് തുല്യവും എന്നാൽ വിപരീതവുമാണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ. അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വൽ ആണ് അല്ലെ. ആറ്റത്തിനകത്തുള്ള ന്യൂക്ലിയസിലെ പ്രോട്ടോൺസിന്റെ എണ്ണത്തിനോട്
ഇലക്ട്രോൺസിന്റെ എണ്ണം എന്താണ് ഈക്വൽ ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതിനോട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം 1 സോഡിയം ആറ്റത്തിൽ 11 അതുകൊണ്ട് ഇവയുടെ അറ്റോമിക സംഖ്യകൾ എന്താവും? 1ഉം 11ഉമാണ്. ക്ലിയർ അല്ലേ? അപ്പം എന്താണ്? വൈദ്യുത നിർവീര്യത നിലനിർത്തുന്നതിന് ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെയും എണ്ണത്തിന് തുല്യമായിരിക്കും. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ഇസഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറ്റോമിക സംഖ്യ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നോക്കിക്കേ, ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് നിർവീര്യ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് ഈക്വൽ ആണ്. ഓക്കെ, നിർവീര്യമായിട്ടുള്ള ആറ്റത്തിലെ ഇലക്ട്രോൺ, അതായത് ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റം അല്ലെ, ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിന്റെ, അപ്പൊ ന്യൂട്രൽ അല്ലാത്ത ആറ്റം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. അത് നമുക്ക് നോക്കാം. ന്യൂട്രൽ അല്ലാത്ത പോസിറ്റീവ്ലി ചാർജ്ഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഉണ്ട്. അതായത് നമ്മുടെ കാറ്റയോൺസ് ആനയോൺസ് എന്നൊക്കെ പറയത്തില്ലേ, അത് നമ്മുടെ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിർവീര്യ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് എന്താണ്? ഈക്വൽ ആയിരിക്കും ആ ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത്. ഇനി എന്താണ് മാസ് സംഖ്യ? മാസ് സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ആറ്റത്തിലെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും പൊതുവെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുന്നതാണ് ന്യൂക്ലിയോണുകൾ. എന്നിട്ട് ഈ ന്യൂക്ലിയോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്താ? മാസ് സംഖ്യ അല്ലെങ്കിൽ മാസ് നമ്പർ എ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാണ് ന്യൂക്ലിയോൺസ്. ഇനി മാസ് സംഖ്യ എ ഇസ് ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അപ്പൊ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോണിന്റെ എണ്ണം. അപ്പൊ ഒരു ചോദ്യത്തിൽ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്? ഈ അറ്റോമിക് മാസിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ പോരെ? ഓക്കെ, അതാണ് ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. ദെൻ ഐസോബാറുകളും ഐസോടോപ്പുകളും, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറുകളും ഡിഫറെന്റ് മാസ് നമ്പരും ഉള്ളവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഐസോടോപ്പുകൾ. അതായത് ഒരേ അറ്റോമിക സംഖ്യ, അറ്റോമിക് നമ്പറും മാസ് നമ്പറും, അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ വ്യത്യസ്തവും ആയിട്ടുള്ളവരെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അല്ലെ, ഐസോടോപ്പുകൾക്ക് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മൾ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ. ഏതാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, അതുപോലെ ട്രിഷ്യം. പ്രോട്ടിയം എന്ന് പറയുന്നത് 1H1. 1H1 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു അറ്റോമിക് നമ്പറും 1 ആണ്, മാസ് നമ്പറും 1 ആണ്. അല്ലെ, 1H1 എന്നാണ് പറയുന്നത്. ഡ്യൂട്ടീരിയം എന്താണ്? 1D2. D2 എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ അറ്റോമിക് നമ്പർ നോക്കിക്കേ 1 തന്നെയാണ്, പക്ഷെ മാസ് നമ്പർ 2 ആണ്. ഇതേപോലെ അറ്റോമിക് നമ്പർ 1ഉം മാസ് നമ്പറും 3ഉം ആയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ട്രിഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ കാർബൺ ഉണ്ട്. കാർബൺ 612 കാർബണും 613ഉം കാർബൺ 14ഉം ഉണ്ട്. അപ്പൊ ഇതിൽ കാർബൺ 14 എന്ന് പറയുന്നതാണ് നമ്മുടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ഓഫ് കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്ലോറിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1735ഉം 1737ഉം ഉള്ള ക്ലോറിൻ. ഓക്കെ, ഇനി ഇതാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഇനി ഐസോ ബാർ ഉണ്ട്. എന്താ ഈ ഐസോ ബാർ എന്ന് പറഞ്ഞാല്? ഐസോ ബാർ എന്ന് പറഞ്ഞാല് സെയിം അറ്റോമിക് മാസും ഡിഫറെന്റ് മാസ് നമ്പറും അറ്റോമിക് നമ്പറും ആയിട്ടുള്ളവരെയാണ് എന്ന് വിളിക്കുന്നത് ഐസോ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ നോക്കട്ടെ. അതിവിടെ എക്സാമ്പിൾ ഉണ്ട്, അതേ നോക്കിക്കേ. കാർബന്റെ ഐസോബാർ നോക്കിക്കേ, ഒരേ മാസ് സംഖ്യയും വ്യത്യസ്ത അറ്റോമിക സംഖ്യയും, അതായത് ഒരേ മാസ് നമ്പറും ബട്ട് ഡിഫറെന്റ് എന്താണ് അറ്റോമിക് നമ്പറും ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോബാർ. അതിന്റെ ഉദാഹരണം നോക്കിക്കേ. കാർബൺ C614ഉം നൈട്രജൻ 714ഉം അല്ലെ, ഇവരുടെ മാസ് നമ്പർ തുല്യമാണ് 14, പക്ഷെ അറ്റോമിക് നമ്പർ എന്താണ്? ഡിഫറെന്റ് ആണ്, 6ഉം 7ഉം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഒരു ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ XAZ എന്ന് പറഞ്ഞ് എഴുതിയാൽ Z എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ, A എന്ന് പറയുന്നത് മാസ് നമ്പർ. ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒരു ആറ്റത്തിന്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതിന് എക്സാമ്പിൾ ഇവിടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 1H1 1H2 അല്ലെ, ഹൈഡ്രജന്റെ ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അറ്റോമിക് ഐസോടോപ്പും ഐസോബാറും ഒന്ന് ജസ്റ്റ് നോക്കുക, അതിന്റെ എക്സാമ്പിൾസും. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഇവിടെ പ്രശ്നം, അതായത് പ്രോബ്ലംസ് കൊടുത്തിരിക്കുകയാണ് അല്ലെ. 2.1 എന്ന് പറഞ്ഞ പ്രോബ്ലം നോക്കിക്കേ. ബ്രോമിനിലെ പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകൾ എന്നിവയുടെ എണ്ണം കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിക്കേ. ബ്രോമിൻ 80 35 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. മുകളിൽ 80, താഴെ 35. അപ്പൊ 80 35 എന്ന് പറയുമ്പോൾ ഇവരെന്താണ്? 35 ആണ് അറ്റോമിക് നമ്പർ, 80 ആണ്
മാസ് നമ്പർ അല്ലേ. അപ്പൊ 80 ദാറ്റ് ഇസ് എ ഇസ് ഈക്വൽ ടു 80 ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 35 എന്ന് കിട്ടി. അപ്പൊ നമുക്കറിയാം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ എന്താണ്, എന്തിനോട് തുല്യമായിരിക്കും, അതാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. സോ പ്രോട്ടോണുകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്, 35 തന്നെ. ഇനി എന്താണ് ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മളിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ മൈനസ് ഇസഡ് ചെയ്താൽ മതി. അറ്റോമിക് മാസിൽ നിന്ന് അല്ലെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അതാണ് 80 മൈനസ് 35 45 എന്ന് കിട്ടി. അതാണ് ന്യൂട്രോണുകളുടെ എണ്ണം. ക്ലിയർ ആയാലോ? ഇനി അടുത്ത നോക്കിക്കേ, പ്രശ്നം 2.2. ഒരു മൂലകത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം യഥാക്രമം 18, 16, 16 എന്നിങ്ങനെയാണ്. അതിനനുയോജ്യമായി ചിഹ്നം നൽകുക. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇലക്ട്രോണുകൾ തന്നിട്ടുണ്ട് 18 ആണ്, പ്രോട്ടോൺ 16 ആണ്, ന്യൂട്രോൺ 16 ആണ്. അപ്പൊ എന്തായി, നമുക്ക് പ്രോട്ടോണുകളുടെ എണ്ണമാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അല്ലെ. പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് അറ്റോമിക് നമ്പർ. സോ അത് 16 ആണെന്ന് പറയാം. അപ്പൊ 16 ആണ് അറ്റോമിക് നമ്പർ. ഇസഡ് ഇസ് ഈക്വൽ ടു 16. അപ്പൊ നമ്മുടെ മൂലകം ഏതാണ്, സൾഫർ അല്ലെ. സൾഫറിനാണ് അറ്റോമിക് നമ്പർ 16 ഉള്ള മൂലകം സൾഫർ ആണ്. ഇനി ആറ്റത്തിന്റെ മാസ് സംഖ്യ എന്ന് പറഞ്ഞാൽ ന്യൂട്രോണുകളുടെ എണ്ണം പ്ലസ് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. മാസ് സംഖ്യ അറിയാലോ, മാസ് നമ്പർ എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അതിലാണ് പ്രോട്ടോണുകളുടെ എണ്ണം 16 ആണ്, ന്യൂട്രോണുകളുടെ എണ്ണവും 16 ആണ്. അങ്ങനെ 32 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. എവിടെയാണ്, നിർവീര്യമായിട്ടുള്ള ആറ്റങ്ങളിൽ. പക്ഷെ ഇവിടെ എന്താണ്, അപ്പൊ നമുക്ക് പറയാം ഇവിടെ എന്താണ്, ഇവിടെ തുല്യമല്ല. അതുകൊണ്ട് ഇതെന്താണ്, നിർവീര്യമല്ല ഈ ആറ്റം എന്ന് പറയാം. ഇതിനെന്താണ്, 2 ഇലക്ട്രോൺസ് കൂടുതലുണ്ട് അല്ലെ. ഒരു ആനയോൺ ആയ ഇതിന്റെ ചാർജ് അധികമായുള്ള ഇലക്ട്രോണുകൾക്ക് തുല്യമാണ്. 18 മൈനസ് 16 2. ഇതിന്റെ ചിഹ്നം S2 മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ S2 മൈനസ് എന്ന് പറഞ്ഞു കൊടുത്ത അതിന്റെ അർത്ഥം ഇതിന് എക്സ്ട്രാ 2 ഇലക്ട്രോണുകളുടെ ഉണ്ട്. അതായത് ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു അയോൺ ആണ്. അതിനെയാണ് നമ്മൾ ആനയോൺ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. ഇനി അടുത്ത് നോക്കിക്കേ, റുദർഫോർഡ് മാതൃകയുടെ ന്യൂനതകൾ. ഈ റുദർഫോർഡിന്റെ മാതൃകയിൽ ചില കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഡ്രോബാക്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാന്ന് നോക്കാം. റുദർഫോർഡ് ന്യൂക്ലിയർ ആറ്റം മാതൃക ഒരു ചെറിയ സൗരയൂഥം പോലെയാണ്. ഇതിന്റെ ന്യൂക്ലിയസ് ഭീമാകാരനായ സൂര്യനുമായും ഇലക്ട്രോണുകൾ ചെറിയ ഗ്രഹങ്ങളുമായും സാമ്യപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞാണ് ന്യൂക്ലിയസ് സണ്ണും പ്ലാനറ്റ്സ് പോലെയാണ്, ഇലക്ട്രോൺസ് അതിന് ചുറ്റും കടന്ന് കറങ്ങുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സൗരയൂഥ മാതൃകയിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രയോഗിക്കുമ്പോൾ ഗ്രഹങ്ങൾ എങ്ങനെയാണ് കൃത്യമായി നിർവചിക്കപ്പെട്ട പാതകളിൽ കൂടി സൂര്യനെ ചുറ്റി തിരിയുന്നതെന്ന് മനസ്സിലാക്കാം. ഗ്രഹങ്ങൾക്കിടയിലുള്ള ഗുരുത്വാകർഷണ ബലമാണ് G(m1m2/r²). നമുക്കറിയാലോ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇക്വേഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ത്, G(m1m2/r²) അല്ലെ. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ വെച്ച് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇക്വേഷൻ ആണിത്. F is equal to G(m1m2/r²). m1 എന്ന് പറയുന്നത് ഫസ്റ്റ് മാസ്, m2 എന്ന് പറയുന്നത് വേറൊരു മാസ്, r എന്ന് പറയുന്നത് എന്താണ്, ഈ 2 മാസുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, r എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതാണ് G എന്താണ്, നമ്മുടെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ m1 m2 മാസിനെയും r അവയ്ക്കിടയിലുള്ള ദൂരത്തെയും, G എന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തെയും സൂചിപ്പിക്കുന്നു. ഈ സിദ്ധാന്തം ഉപയോഗിച്ച് ഗ്രഹ പരിക്രമണ പദങ്ങൾ കൃത്യമായും കണക്കാക്കാനും കഴിഞ്ഞു. അവ പരീക്ഷണങ്ങളിൽ നിന്ന് കിട്ടിയ അളവുകളുമായി ഒത്തുപോകുകയും ചെയ്യുന്നു. സൗരയൂഥ മാതൃകയും ന്യൂക്ലിയർ മാതൃകയും തമ്മിലുള്ള സാമ്യം കൃത്യമായി നിർവചിക്കപ്പെട്ട ഓർബിറ്റലുകളിൽ കൂടി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. കൂടാതെ ഇലക്ട്രോണിനും ന്യൂക്ലിയസിനും ഇടയിലുള്ള കുളോംബിക് ബലം ഇവിടെ Q1 Q2 എന്നിവയാണ്. Q1 Q2/r². ഇവിടെ Q1 Q2 എന്നിവയാണ് ചാർജുകൾ. R ചാർജുകൾക്കിടയിലുള്ള അകലം, K അനുപാത സ്ഥിരാങ്കം. അപ്പൊ ഇവിടെ ഒന്നുമില്ല. ഈ കുളുംബിക് ഫോഴ്സ്, അതായത് കുളുംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്നുണ്ട് K(Q1 Q2/r²). അല്ലെ, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ, അതായത് +2 ഫിസിക്സിൽ പഠിക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ഇക്വേഷൻ ആണിത് അല്ലെ. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. Q1 ഉം Q2 ഉം 2 ചാർജുകളാണ്. അവർക്കിടയിലുള്ള ദൂരം r ആണ്. എങ്ങനെയെങ്കിൽ അവർക്കിടയിലുള്ള ബലം, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ കുളുംബിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു ഇക്വേഷൻ ആണ്. K എന്ന് പറയുന്ന അവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി ഗണിതപരമായി ഗുരുത്വാകർഷണ ബലത്തിന് സമാനമാണ്
എന്നിരുന്നാലും ഒരു ഓർബിറ്റലിൽ കൂടെ ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ അതിന് ത്വരണം സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കുമ്പോൾ ഈ ചിലപ്പം ഈ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോകും, കാരണം എനിക്ക് ഇതിനകത്ത് ഫുൾ സ്റ്റോപ്പ് ക്ലിയർ അല്ല. ഓക്കെ, ഈ ഒരു പ്രിന്റിലെ ഫുൾ സ്റ്റോപ്പും ക്ലിയർ അല്ല. ഞാൻ പറഞ്ഞു ചില കുത്തും കോമയും മൈനസും പോസിറ്റീവും ഹൈഫണും ഒന്നും ഈ ഒരു ഇതിൽ ക്ലിയർ അല്ല. അതാണ് ഞാൻ വായിക്കുമ്പോൾ ചെറുതായി തപ്പി വായിക്കുന്ന പോലെ തോന്നുന്നത്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഞാൻ വായിച്ചത് ഇമ്പ്രൂവ് ആകാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇലക്ട്രോൺസ് ഇത് നമ്മൾ പറഞ്ഞു ഈ ഒരു ഓർബിറ്റലിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു, നമ്മുടെ ന്യൂക്ലിയസിനെ ചുറ്റി. അപ്പം ഒരു ഓർബിറ്റൽ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഓർബിറ്റലിൽ കൂടെ ഒരു സാധനം മൂവ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ആക്സിലറേഷൻ ഉണ്ടാവുമല്ലോ. ആക്സിലറേഷൻ എന്താണ്, നമ്മൾ ഇപ്പൊ പഠിച്ചതാണ് കഴിഞ്ഞ ഫിസിക്സിൽ. ത്വരണം സംഭവിക്കുന്നത് എപ്പോഴാണ്, അതിന്റെ വെലോസിറ്റി ചേഞ്ച് വരുമ്പോഴാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സലറേഷൻ. ഇപ്പൊ വെലോസിറ്റി ചേഞ്ച് വരുന്നത് എപ്പോഴാണ്, അതിന്റെ വേഗതയിൽ സഞ്ചരിക്കുകയാണ്, ഒരേ സ്ഥിരമായ വേഗതയിൽ അത് സഞ്ചരിക്കുകയാണെങ്കിൽ കൂടി എന്താണ്, ദിശ മാറുന്നത് കൊണ്ട് അതിനെന്താണ്, ത്വരണം സംഭവിക്കാം. മനസ്സിലായോ? ദിശയും അതായത് പരിമാണവും ഉള്ള ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ക്വാണ്ടിറ്റി ആണ് ത്വരണം എന്ന് പറയുന്നത്, അല്ലെ? അതാണ് നമ്മൾ അതിനെ സദിശ അളവ് എന്ന് വിളിച്ചു. അപ്പം എന്താണ്, ദിശ മാറിയാൽ ഇവിടെ എന്താണ്, ആക്സലറേഷന് മാറ്റം സംഭവിക്കാം. അതുകൊണ്ട് ന്യൂക്ലിയർ മാതൃകയിൽ ഗ്രഹങ്ങളുടേതുപോലെയുള്ള ഓർബിറ്റലിൽ കറങ്ങുന്ന ഒരു ഇലക്ട്രോണിന് ത്വരണമുണ്ട്. മാക്സ്വെല്ലിന്റെ വൈദ്യുത കാന്തിക സിദ്ധാന്തം. ഓക്കെ, വൈദ്യുത കാന്തിക സിദ്ധാന്തം അനുസരിച്ച് ചാർജിത കണിക ത്വരണത്തിന് വിധേയമാകുമ്പോൾ വൈദ്യുത കാന്തിക വികിരണം പുറപ്പെടുവിപ്പിക്കുന്നു. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറഞ്ഞുള്ള വികിരണം റേഡിയേഷൻസ് ആണ് അവരെന്ത് ചെയ്യുന്നു, പുറത്തോട്ട് പുറപ്പെടുവിപ്പിക്കുന്നു. സോ ഗ്രഹങ്ങൾക്ക് ചാർജ് ഇല്ലാത്തതിനാണ് അവർ ഈ സവിശേഷത പ്രകടിപ്പിക്കുന്നില്ല. അതിനാൽ ഒരു ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺ വികിരണം പുറപ്പെടുവിപ്പിക്കും. വികിരണം വഹിക്കുന്ന ഊർജം ഇലക്ട്രോണിന്റെ ചലനത്തിന് നിന്നാണ് ഉണ്ടാകുന്നത്. അതിന്റെ ഫലമായി ഭ്രമണപഥം തുടർച്ചയായി ചുരുങ്ങുന്നു. കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത് 10⁻⁻8 സെക്കൻഡിൽ ഒരു ഇലക്ട്രോൺ സർപ്പിളമായി സഞ്ചരിച്ച് ന്യൂക്ലിയസിൽ വീഴുമെന്നാണ്. എന്നാൽ ഇത് സംഭവിക്കുന്നില്ല. അതിനാൽ റുദർഫോർഡ് മാതൃകയ്ക്ക് ആറ്റത്തിന്റെ സ്ഥിരതയെ വിശദീകരിക്കാനാകുന്നില്ല. ഒരു ഇലക്ട്രോണിന്റെ ചലനത്തെ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ വൈദ്യുത കാന്തിക സിദ്ധാന്തത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചാൽ നിങ്ങൾ ചോദിച്ചേക്കാം, ആറ്റങ്ങളുടെ സ്ഥിരതയ്ക്ക് കാരണം ഇലക്ട്രോണുകളുടെ ഓർബിറ്റലിൽ കൂടിയുള്ള ചലനമാണെങ്കിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സ്ഥിരമായിരിക്കുന്നു എന്ന് പരിഗണിച്ചുകൂടെ എന്ന്. ഇലക്ട്രോണുകൾ നിശ്ചലമായിരിക്കുന്നെങ്കിൽ സാന്ദ്ര ന്യൂക്ലിയസിനും ഇലക്ട്രോണുകളും തമ്മിലുള്ള സ്ഥിത വൈദ്യുതാകർഷണം ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിലേക്ക് വലിച്ചെടുക്കുകയും അത് തോംസൺ ആറ്റം മാതൃകയുടെ ഒരു ചെറിയ പ്രതിരൂപമായി മാറുകയും ചെയ്യും. സോ റുദർഫോർഡ് മാതൃകയുടെ മറ്റൊരു ഗുരുതരമായ പോരായ്മയാണ് ആറ്റങ്ങളുടെ ഇലക്ട്രോണിക ഘടനയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നത്. അതായത് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനു ചുറ്റും എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന്, ഈ ഇലക്ട്രോണുകളുടെ ഊർജം എന്താണ് എന്നിവ, ഇതൊന്നും റുദർഫോർഡ് മോഡൽ പറയുന്നില്ല. ഒന്നുമില്ല, റുദർഫോർഡ് മോഡലിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂക്ലിയസ് നടക്കും, അതിനു ചുറ്റും ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനെ വലം വെച്ച് കറങ്ങുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ കറങ്ങുന്ന ഒരു വസ്തുവിന് എന്താണ്, അതിന് ത്വരണമുണ്ട്. ഒരു ത്വരണത്തിലിരിക്കുന്ന ഒരു വസ്തു മാക്സ്വെൽ പറഞ്ഞിട്ടുണ്ട്. മാക്സ്വെല്ലിന്റെ തിയറി പ്രകാരം എന്താണ്, മാക്സ്വെൽസ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം എന്താണ്, ഒരു ആക്സലറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വസ്തു എന്ത് ചെയ്യുന്നു, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ പുറന്തള്ളുന്നു. അപ്പം ഇതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പുറത്തോട്ട് തള്ളിയാൽ എന്താ പറയുന്നത്, അവര് എന്താണ്, ആ ഒരു ഓർബിറ്റൽ ചുരുങ്ങി അവരെന്താണ് അവസാനം ന്യൂക്ലിയസിനകത്തോട്ട് വീഴും എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ വീഴുന്നുണ്ടോ? അങ്ങനെ ചെയ്താൽ ആറ്റം ഇല്ലാതാവുന്നു, അല്ലെ? അല്ലെങ്കിൽ ആറ്റം കൊളാപ്സ് ആയി പോകുന്നു എന്നാണ് ആ ഒരു തിയറി പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ എന്താണ്, അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ അത് പിന്നെയും ജെ തോംസൺ മോഡലിലോട്ട് പോകും. പക്ഷെ ജെ തോംസൺ മോഡലും പിന്നീട് നടന്ന ഒരുപാട് പരീക്ഷണങ്ങളും വിജയിച്ചില്ല. അതുകൊണ്ടാണ് ആ ഒരു മോഡൽ തള്ളപ്പെട്ടത്. അപ്പൊ ഇതുപോലെ തന്നെ റുദർഫോർഡിനും ഇതുപോലെ ആറ്റത്തിന്റെ ഏകദേശ ഘടനയെ കുറിച്ചൊക്കെ പറഞ്ഞു. അതായത് പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഇലക്ട്രോൺസ് ഈ ഓർബിറ്റലിലാണെന്ന് പറയുന്നതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്രൂഫ് കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഇനിയാണ് നോക്കിക്കേ, ബോർ ആറ്റം മാതൃകയിലോട്ട് പോവാം. മുൻകാലങ്ങളിൽ നടത്തപ്പെട്ടിട്ടുള്ള ദ്രവ്യവും വികിരണങ്ങളും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഫലങ്ങൾ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും ഘടന രൂപപ്പെടുന്നതിന് സഹായമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. റുദർഫോർഡ് മുന്നോട്ട് വെച്ച മാതൃക മെച്ചപ്പെടുത്തുന്നതിനായി ഈ ഫലങ്ങൾ നീൽസ് ബോർ
ഉപയോഗപ്പെടുത്തി. ബോറിന്റെ ആറ്റം മാതൃക രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച രണ്ട് സംഭവ വികാസങ്ങൾ താഴെ പറയുന്നവയാണ്. വൈദ്യുത കാന്തിക വികിരണത്തിന്റെ ദ്വൈത സ്വഭാവം, അതായത് വികിരണങ്ങൾക്ക് തരംഗ സ്വഭാവം കണികാ സ്വഭാവം ഉണ്ടെന്നുള്ളതും അറ്റോമിക സ്പെക്ട്രത്തെ കുറിച്ചുള്ള പരീക്ഷണ ഫലങ്ങൾ. അതായത് ബോറിന്റെ ആറ്റം മോഡൽ, നീൽസ് ബോർ എന്ന് പറയുന്ന ആളാണ് അടുത്ത ആറ്റം മോഡല് മുന്നോട്ട് വെച്ചത്. അത് റുദർഫോർഡിന്റെ മോഡലിനെ എന്താണ് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ വന്നത്. അപ്പൊ രണ്ട് ബേസിക് ആയിട്ടുള്ള റിസൾട്ടിനെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ മോഡൽ മുന്നോട്ട് വച്ചത്. അതായത് വൈദ്യുത കാന്തിക വികിരണത്തിന്റെ ദ്വൈത സ്വഭാവം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ഡ്യുവൽ നേച്ചർ, അതായത് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട് വേവ് നേച്ചറും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. വികിരണങ്ങൾക്ക് തരംഗ സ്വഭാവം, വേവ് നേച്ചറും ഉണ്ട്, കണികാ സ്വഭാവം, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അറ്റോമിക് സ്പെക്ട്ര അല്ലെ, അറ്റോമിക് സ്പെക്ട്രയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അറ്റോമിക് സ്പെക്ട്രയും ഇത് രണ്ടും വെച്ചിട്ടാണ് നീൽ ബോർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആറ്റം മോഡലിനെ. ഓക്കെ, അതെന്താ നോക്കാം. അപ്പൊ ഇതിനകത്ത് വൈദ്യുത കാന്തിക വികിരണത്തിന്റെ തരംഗ സ്വഭാവത്തെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. ഓക്കെ, വൈദ്യുത കാന്തിക വികിരണത്തിന്റെ തരംഗ സ്വഭാവം 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ താപീയ വസ്തുക്കളിലെ ആഗിരണ ഉത്സർജന വികിരണങ്ങളെ കുറിച്ച് ഭൗതിക ശാസ്ത്രജ്ഞർ കാര്യമായി പഠിച്ചു. അതായത് ഒന്നുമില്ല, താപീയ വസ്തുക്കൾ, അതായത് തെർമൽ ആയിട്ടുള്ള ഓബ്ജക്ട്സ് നമുക്ക് പറയാം അല്ലെ. തെർമൽ ഓബ്ജക്ട്സ് അല്ലെങ്കിൽ ഹീറ്റഡ് ആയിട്ടുള്ള ഓബ്ജക്ട്സിന്റെ ദ അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ ഓഫ് റേഡിയേഷൻസ് ആണ് കേട്ടോ ഈ ആഗിരണ ഉത്സർജന വികിരണങ്ങൾ എന്ന് പറഞ്ഞാൽ. ആഗിരണം എന്ന് വെച്ചാൽ അബ്സോർബ് ചെയ്യുക, ഉത്സർജന എന്ന് വെച്ചാൽ എമിറ്റ് ചെയ്യുക, വികിരണങ്ങൾ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻസ്. ഓക്കെ, ഭൗതിക ശാസ്ത്രജ്ഞർ കാര്യമായി പഠിച്ചു. ഇവയെ താപീയ വികിരണങ്ങൾ എന്ന് വിളിച്ചു. താപീയ വികിരണങ്ങൾ ഏതിനാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്താൻ അവർ ശ്രമിച്ചു. താപീയ വികിരണങ്ങളിലുള്ളത് വിവിധ തരം ആവൃത്തിയും തരംഗ ദൈർഘ്യവുമുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് ഇപ്പോൾ നന്നായി അറിയാവുന്ന വസ്തുതയാണ്. 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അജ്ഞാതമായിരുന്ന ചില ആധുനിക ആശയങ്ങളാണ് ഇതിനടിസ്ഥാനം. താപീയ വികിരണ നിയമങ്ങളെ കുറിച്ച് കാര്യക്ഷമമായ പഠനം ആദ്യമായി നടന്നത് 1850-ലാണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തവും ത്വരിത ചാർജിത കണങ്ങളിൽ നിന്നുള്ള ഇത്തരം വികിരണങ്ങളുടെ ഉത്സർജന തത്വവും 1870-കളിൽ ആരംഭത്തിൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് വികസിപ്പിച്ചത്. ഓക്കെ, പിന്നീട് ഹെൻറിച്ച് ഹേഴ്സ് ഇതിനെ പരീക്ഷണത്തിലൂടെ സ്ഥിരീകരിച്ചു. ഇവിടെ നമുക്ക് വൈദ്യുത കാന്തിക വികിരണങ്ങളെ കുറിച്ച് ചില വസ്തുതകൾ പഠിക്കാം. ചാർജുള്ള വസ്തുക്കളും വൈദ്യുത കാന്തിക ക്ഷേത്രങ്ങളുടെ സ്വഭാവവും തമ്മിൽ സ്ഥൂലതലത്തിലുള്ള പരസ്പര പ്രക്രിയയെക്കുറിച്ച് സമഗ്രമായ വിശദീകരണം ആദ്യമായി നൽകിയത് ജെയിംസ് മാക്സ്വെൽ ആണ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്താണെന്ന് പറയുന്നത്. അതായത് വൈദ്യുത ചാർജുള്ള കണങ്ങൾ, അതായത് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒരു ഇടവിട്ടുള്ള വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ, അതായത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അതാണ് പറയുന്നത്. ഇടവിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും കേട്ടിട്ടുണ്ടല്ലോ. ആ ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഒരു ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുവാണെങ്കിൽ ഉണ്ടാകുന്ന എന്താണ് വികിരണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വൈദ്യുത കാന്തിക വികിരണങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. പ്രാചീന കാലം മുതലേ അറിയപ്പെടുന്ന വികിരണ രൂപമാണ് പ്രകാശം. ഇതിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അനുമാനങ്ങൾ ചരിത്രാതീത കാലം മുതൽ തുടങ്ങിയതാണ്. ആദ്യകാലങ്ങളിൽ ന്യൂട്ടൺ പ്രകാശം കണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് അനുമാനിച്ചിരിക്കുന്നു. പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം സ്ഥാപിക്കപ്പെട്ടത് 19ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. ആദ്യം എന്താണ് വിചാരിച്ചിരുന്നത്, ഈ ലൈറ്റ് എന്താണ്, പാർട്ടിക്കിൾസ് ആണ്, അല്ലെ പാർട്ടിക്കിൾ നേച്ചർ ആണ് ലൈറ്റിനുള്ളതാണ് ന്യൂട്ടന്റെ കാലത്ത് വിചാരിച്ചിരുന്നത്. പിന്നീടാണ് എന്ത് പറഞ്ഞത്, ഇതിന് തരംഗ സ്വഭാവം ഉണ്ടെന്ന് പിന്നീടാണ് 19ാം നൂറ്റാണ്ടിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, പ്രകാശ തരംഗങ്ങൾ ദോലനം ചെയ്യുന്ന വൈദ്യുത കാന്തിക സ്വഭാവമുള്ളതാണെന്ന് ആദ്യമായി വെളിപ്പെടുത്തിയത് മാക്സ്വെൽ ആണ്. വൈദ്യുത കാന്തിക തരംഗ ചലനം സങ്കീർണ സ്വഭാവമുള്ളതാണെങ്കിലും ചില ലളിതമായ സവിശേഷതകൾ മാത്രം പരിഗണിക്കാം. ദോലനം ചെയ്യുന്ന ചാർജിത കണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത കാന്തിക ക്ഷേത്രങ്ങൾ പരസ്പര ലംബമായിരിക്കും. കൂടാതെ അവ ഓരോന്നും തരംഗ പ്രേഷണ ദിശയ്ക്ക് ലംബവുമായിരിക്കും. വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ ലളിതമായ ചിത്രം 2.6-ൽ കാണിച്ചിരിക്കുന്നു. ഒന്നുമില്ല കേട്ടോ, ഈ 2.6-ൽ കാണിക്കുന്ന ചിത്രം എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഓസിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ഓൾസോ ദേ ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ആ വേവിനും അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവും ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡും
എന്താണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്നാണ് പറയുന്നത്. സോ അതാണ് ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാം 3 പെർപെൻഡിക്കുലർ ആക്സിസ് കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ. അതിൽ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ റെഡ് കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ കാന്തിക മണ്ഡല ഘടകം എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പ്രേഷണ ദിശ, അതായത് ഈ ദിശയിലൂടെയാണ് നമ്മുടെ വേവ് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ വേവ് direction of propagation of the wave is perpendicular to both oscillating electric and magnetic field. Okay, സോ അതാണ് ആ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി ശബ്ദ തരംഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജലതരംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോണം. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ലെങ്കിൽ നമുക്കറിയാം ലൈറ്റിന് എന്താണ് വാക്വത്തിലൂടെയും ട്രാവൽ ചെയ്യാം. ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ദയർ പ്രൊപ്പഗേഷൻ, അല്ലെ, അവയ്ക്ക് ശൂന്യതയിൽ കൂടി സഞ്ചരിക്കാനാകും. ഇനി നാനാതരം വൈദ്യുത കാന്തിക വികിരണങ്ങൾ ഉണ്ടെന്നും തരംഗ ദൈർഘ്യത്തിൽ അവ തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇവ വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്നറിയപ്പെടുന്നു. സ്പെക്ട്രത്തിന്റെ വിവിധ മേഖലകൾ വ്യത്യസ്ത പേരുകളാൽ അറിയപ്പെടുന്നു. ചില ഉദാഹരണങ്ങൾ റേഡിയോ ആവൃത്തി മേഖല 10⁶ ഹെർട്സ് പ്രേഷണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. മൈക്രോവേവ് മേഖലയായ 10⁻10 ഹെർട്സ് റഡാറിൽ ഉപയോഗിക്കുന്നു. ഇൻഫ്രാറെഡ് മേഖല ചൂടാക്കാൻ ഉപയോഗിക്കുന്നു. അൾട്രാവയലറ്റ് മേഖല സൗരവികിരണത്തിൽ ഘടകമാണ്. ചെറിയ ഭാഗം സാധാരണ ദൃശ്യപ്രകാശം എന്നിവ അറിയപ്പെടുന്ന നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗം മാത്രമാണ്. അദൃശ്യമായ വികിരണം കണ്ടെത്താനായി പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമാണ്. സോ വൈദ്യുത കാന്തിക വികിരണം വിവിധ തരം യൂണിറ്റുകൾ ഉപയോഗിച്ച് അവതരിപ്പിക്കാം. അപ്പൊ ഒന്നുമില്ല, നമ്മള് വൈദ്യുത കാന്തിക വികിരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുത കാന്തിക സ്പെക്ട്രം, അതായത് പലതരത്തിലുള്ള വികിരണങ്ങളുണ്ട്. അവരെന്താണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നത്. ആ സ്പെക്ട്രത്തിലുള്ള ആൾക്കാരുടെ പേരുകളാണ് ഈ പറഞ്ഞത്. നമുക്കറിയാം എന്താണ് ഗാമ, എക്സ്റേസ്, UV, വിസിബിൾ, IR, മൈക്രോവേവ്, റേഡിയോ വേവ്സ്. ഇതിൽ നോക്കിക്കേ, ഫ്രീക്വൻസി ഏറ്റവും കൂടിയ ആൾക്കാരാണ് ഗാമ റേസ്, ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞത് റേഡിയോ വേവ്സ്. അതേസമയത്ത് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റേഡിയോ വേവ്സും വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞത് ഗാമ റേസും ആണ്. ഇപ്പം അവരെ എന്താണ്, അപ്പൊ ഈ വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സവിശേഷത നമുക്ക് എന്താണ്? ഈ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി, തരംഗ ദൈർഘ്യം, വേവ് ലെങ്ത്, അതുപോലെ തന്നെ ഇവരുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഒന്ന് വിശദീകരിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി SI ആവൃത്തിയുടെ SI ഏകകം ഹെൻറിച്ച് ഹേർട്സിന്റെ ഓർമ്മയ്ക്കായി ഹേർട്സ് ആണ്. ഹേർട്സ് നമ്മൾ പറഞ്ഞാല് ഇതാണ് SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസി ഒക്കെ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നോക്കി, ഒരു സെക്കൻഡിൽ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന തരംഗങ്ങളുടെ എണ്ണം എന്ന് ഇത് നിർവചിക്കുന്നു. ഓക്കെ, തരംഗങ്ങളുടെ എണ്ണത്തിനെയാണ്, ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന തരംഗങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുപോലെ തരംഗ ദൈർഘ്യത്തിന് നീളത്തിന്റെ ഏകകങ്ങൾ ഉണ്ടായിരിക്കണം. നീളത്തിന്റെ ഏകകം മീറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. വൈദ്യുത കാന്തിക വികിരണം വളരെ ചെറിയ തരംഗ ദൈർഘ്യങ്ങളുള്ള പലതരം തരംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറിയ ഏകകങ്ങൾ കൂടി ഉപയോഗിക്കുന്നു. തരംഗ ദൈർഘ്യങ്ങളിലും ആവൃത്തികളിലും പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്ന വിവിധ തരം വൈദ്യുത കാന്തിക വികിരണങ്ങൾ ചിത്രം 2.7 കാണാം. അത് നമ്മുടെ വിസിബിൾ റീജിയൻ ആണ്. വിസിബിൾ റീജിയൻ മാത്രമേ എന്താണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കൂ. അവരുടെ വേവ് ലെങ്ത് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 400 തൊട്ട് 750 നാനോമീറ്ററിലാണ്. നാനോമീറ്റർ അറിയാലോ, എത്രയാണ്? 10⁻⁻9 മീറ്റർ ആണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 400 തൊട്ട് 750 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് ഉള്ള ഈ വിസിബിൾ റീജിയനിലുള്ള ആൾക്കാരെ മാത്രമേ എന്താണ് നമുക്ക് കാണാൻ പറ്റൂ, അല്ലെ? നമ്മുടെ വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ആ ആൾക്കാരെ മാത്രമേ എന്താണ്, അതായത് ആ റേഡിയേഷൻസിന് മാത്രമേ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഹ്യൂമൻ ആയതുകൊണ്ട് വിസിബിൾ ആയിട്ടുള്ളതുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കിക്കേ, ഇവിടെ വിവിധ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങളെല്ലാം ശൂന്യതയിൽ ഒരേ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനും വാക്വത്തിലൂടെ, ശൂന്യത എന്ന് പറഞ്ഞ വാക്വം ആണ്, വാക്വത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വെലോസിറ്റി ആണ് ഉള്ളത്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് ആണുള്ളത്. ഇത് പ്രകാശത്തിന്റെ വേഗത എന്നറിയപ്പെടുന്നു. അതിന് C എന്ന ചിഹ്നം നൽകിയിരിക്കുന്നു. ആവൃത്തി ന്യൂ, അല്ലെ? നമ്മൾ ഇതിന് ന്യൂ എന്ന് പറയുന്ന ലെറ്റർ ആണ് പറയുന്നത്. ന്യൂ എന്ന് പറയുന്ന ലെറ്ററും തരംഗ ദൈർഘ്യം ലാംഡയും പ്രകാശ വേഗത C എന്നിവ തമ്മിലുള്ള ബന്ധം കണക്കാക്കുന്ന സമവാക്യം എന്താണ്? C = ന്യൂ ലാംഡ, അല്ലെങ്കിൽ നമ്മൾ വെലോസിറ്റി = ഫ്രീക്വൻസി × വേവ് ലെങ്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് C = ന്യൂ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ സാധാരണയായി ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ചും സ്പെക്ട്രത്തിന്റെയും
പ്രത്യേകിച്ചും സ്പെക്ട്രോസ്കോപ്പിയിൽ മറ്റൊരു അളവാണ് തരംഗസംഖ്യ. തരംഗസംഖ്യ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്താണ്? വേവ് നമ്പർ അല്ലെ? വേവ് നമ്പർ ആണ് തരംഗസംഖ്യ. അതപ്പോൾ എന്താണ്? നമ്പർ ഓഫ് വേവ് ലെങ്ത് എന്നാണ് പറയുന്നത്. യൂണിറ്റ് ലെങ്ത്, യൂണിറ്റ് ലെങ്ത്തിലുള്ള നമ്പർ ഓഫ് വേവ് ലെങ്ത്തുകളെയാണ് നമ്മൾ തരംഗസംഖ്യ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് നീളത്തിലുള്ള തരംഗ ദൈർഘ്യങ്ങളുടെ എണ്ണം, അതായത് വേവ് ലെങ്ത്തുകളുടെ എണ്ണമാണ് ഇത് നിർവചിക്കുന്നത്. ഇതിന്റെ ഏകങ്ങൾ തരംഗ ദൈർഘ്യ ഏകങ്ങളുടെ വ്യൂൾക്രമമാണ്, അതായത് മീറ്റർ റേസ് ടു -1 അല്ലെങ്കിൽ പെർ മീറ്റർ. അതായത് വേവ് നമ്പർ എന്ന് പറയുന്നത് 1/λ ആണ് കേട്ടോ. വേവ് നമ്പർ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ. ലാംഡയുടെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. അപ്പൊ എന്താണ്? ന്യൂ ബാറിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ റേസ് ടു -1. അതാണ് ഇവിടെ വ്യൂൾക്രമം. ഈ വ്യൂൾക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്രോക്കൽ എന്നാണ് അർത്ഥം കേട്ടോ. റെസിപ്രോക്കൽ, തരംഗ ദൈർഘ്യ ഏകങ്ങളുടെ വ്യൂൾക്രമമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നിരുന്നാലും സാധാരണയായി ഉപയോഗിക്കുന്ന ഏകകം സെന്റിമീറ്റർ റേസ് ടു -1 എന്നും നമ്മൾ യൂസ് ചെയ്യുക. അത് പെർ സെന്റിമീറ്റർ ആണ്. ഏകകം SI യൂണിറ്റ് എന്ന് പറയുന്നത് പെർ മീറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ബോർ ആറ്റം മോഡലിലോട്ട് നയിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്, അതുപോലെ തന്നെ അവരുടെ ഡ്യുവൽ നേച്ചർ അല്ലെ, വൈദ്യുതകാന്തിക വികിരണത്തിന്റെ ദ്വൈത സ്വഭാവം, അതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ വൈദ്യുതകാന്തിക വികിരണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ വേവ് നേച്ചറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. അപ്പൊ അതിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്താണ്, ഡിഫറെന്റ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന ഡിഫറെന്റ് റേഡിയേഷൻസ്, അവരുടെ ഫ്രീക്വൻസി റേഞ്ച് ഒക്കെ കണ്ടു. വിസിബിൾ ലൈറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് കണ്ടു. അതുപോലെ തന്നെ C is equal to ന്യൂ ലാംഡ എന്ന് പറഞ്ഞു. അവരുടെ സ്പീഡ് എന്താണ്, അവരുടെ ഫ്രീക്വൻസി എന്താണ്, അവരുടെ വേവ് ലെങ്ത് എന്താണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ 2-3 പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്യാം. നോക്കിക്കേ, 2.3 കൊടുത്തിരിക്കുന്ന പ്രോബ്ലം നോക്കിക്കേ. ഓൾ ഇന്ത്യ റേഡിയോയുടെ ഡൽഹി വിവിധ് ഭാരതി സ്റ്റേഷൻ 1368 കിലോ ഹേർട്സ് അല്ലെ. ഹേർട്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. കെ കൂടെ വന്നാൽ എന്താണ്? കിലോ ഹേർട്സ് ആവും. ആവൃത്തിയിലാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. ട്രാൻസ്മീറ്റർ പുറപ്പെടുവിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തിന്റെ തരംഗ ദൈർഘ്യം കണക്കാക്കുക. വിദ്യുത് കാന്തിക സ്പെക്ട്രത്തിന്റെ ഏത് മേഖലയിലാണ് ഇത് കാണപ്പെടുന്നത്? അതായത് നമ്മൾക്ക് ഒരു കിലോ ഹേർട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലെ. ഓൾ ഇന്ത്യ റേഡിയോയുടെ ഡൽഹി വിവിധ് ഭാരതി സ്റ്റേഷന്റെ ഇത്രയും ഫ്രീക്വൻസിയിലാണ് അവരെന്താണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവിടുത്തെ എന്താണ് തരംഗ ദൈർഘ്യം, അപ്പൊ ഫ്രീക്വൻസി എന്നിട്ട് നമ്മളോട് തരംഗ ദൈർഘ്യം എന്ന് വെച്ചാൽ എന്താ? ലാംഡ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ന്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ലാംഡയുടെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ എന്താണ്? നമുക്ക് ഇക്വേഷൻ അറിയാലോ. C is equal to ന്യൂ ലാംഡ, അല്ലെങ്കിൽ ലാംഡ is equal to എന്താണ്? C/ന്യൂ. C അറിയാം, നമ്മൾ പറഞ്ഞു C is the സ്പീഡ്, അല്ലെങ്കിൽ എന്താണ് വേഗത എന്ന് പറഞ്ഞു അല്ലെ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ വേഗതയാണ്, അത് കോൺസ്റ്റന്റ് ആണ്. അത് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ 1368 കിലോ ഹേർട്സ് ആണ്. കിലോ ഹേർട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കിലോ എന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്താണ്? ഒരു 10⁻³ 10⁻³ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ 1000 ആണ് കേട്ടോ. ആ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ 10⁻³ വന്നത്. ഇതെന്താണ്? ഈ 10⁻3 10⁻8 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 10�5 വരും. ആൻഡ് അതിന് എന്താണ്? സിംപ്ലിഫൈ ചെയ്യുക, 219.3 മീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ മീറ്ററിലാണ് നമ്മൾ യൂണിറ്റ് എഴുതുന്നത്. ഓക്കെ, ലാംഡയുടെ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാലോ. നോക്കിക്കേ, പ്രശ്നം 2.4. ദൃശ്യപ്രകാശ വർണ്ണരാജിയുടെ തരംഗ ദൈർഘ്യം വയലറ്റ് മുതൽ ചുവപ്പ് വരെ നീളുന്നു. അതായത് UV വിസിബിൾ സ്പെക്ട്രത്തിന്റെ കാര്യമാണ് പറയുന്നത്. വിസിബിൾ സ്പെക്ട്രത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, വിസിബിൾ റീജിയൻ, ആ റീജിയന്റെ വേവ് ലെങ്തിനെ കുറിച്ചാണ് പറയുന്നത്. 400 തൊട്ട് 750 നാനോമീറ്റർ വരെയാണ് അവരുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ തരംഗ ദൈർഘ്യങ്ങളുടെ ആവൃത്തി കണ്ടുപിടിക്കുക. അതായത് ഇവിടെ ലാംഡ വന്നിട്ടുണ്ട്, നമ്മളോട് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ. എന്താണ്? ന്യൂ is equal to C/λ ആണ്. C നമുക്കറിയാം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ലാംഡ ആദ്യം എന്താണ്? നമുക്ക് 400ന്റെയും 750, 400 നാനോമീറ്റർ തൊട്ട് 750 നാനോമീറ്റർ വരെയാണ് വേവ് ലെങ്ത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം 400ന്റെ കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ 3/400 10⁻8 ഉണ്ട്. ഇവിടെ 10⁻⁻9 വന്നു. ഈ 10⁻⁻9 എന്താ വന്നത് കാര്യം? നമ്മൾ പറഞ്ഞു 400 നാനോമീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁻9 മീറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് 10⁻⁻9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. സോ അത് കിട്ടിയപ്പോൾ എത്രയാണ്? 7.5 × 10⁻14 ഹേർട്സ്. ഇത്രയാണ് നമുക്ക് ആ കിട്ടിയ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇത് വയലറ്റ് പ്രകാശത്തിന്റെ ഫ്രീക്വൻസി കിട്ടി. ഇനി ചുവപ്പ് പ്രകാശത്തിന്റെ ഫ്രീക്വൻസി വിബ്ജിയോർ എന്ന് പറയത്തില്ലേ? വിബ്ജിയോറിൽ വയലറ്റിന്റെ തൊട്ട് റെഡിന്റെ വരെയുള്ള ആ ഒരു ഫ്രീക്വൻസി ചേഞ്ച് ആണ് നമ്മൾ എന്ത്
കാണുന്നത് കേട്ടോ. അപ്പം അടുത്ത ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി നോക്കാം. ചുവപ്പിന്റെ 3 × 10⁻⁸/750 × 10⁻⁻9 അത് ചെയ്യുമ്പോഴത്തേക്കാണ് 4 × 10⁻14 ഹെർട്സ്. അപ്പൊ ഏകദേശം നമുക്ക് എത്ര മനസ്സിലായി? 4 × 10⁻14 തൊട്ട് 7.5 × 10⁻14 വരെയാണെന്ന് പറയുന്നത് ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി 2.5 5800 ആങ്സ്ട്രോങ് തരംഗ ദൈർഘ്യമുള്ള മഞ്ഞ വികിരണത്തിന്റെ തരംഗ സംഖ്യ, തരംഗ ദൈർഘ്യം എന്നിവ കണക്കാക്കുക. അപ്പൊ എന്താ? ലാംഡ തന്നിട്ടുണ്ട്. തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡയാണ്. ഈ ആങ്സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആങ്സ്ട്രോങ് എന്ന് പറയുന്നത് 10⁻⁻⁻10 മീറ്റർ ആണ് കേട്ടോ. 10⁻⁻10. ഇവിടെ അതുപോലെ തന്നെ മൈനസ് ഉണ്ട് കേട്ടോ. അപ്പം ഒരു ആങ്സ്ട്രോങ് എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. അപ്പൊ എന്താണ് ഈ 5000 ആങ്സ്ട്രോങ്ങിനെ ഉണ്ടോ? 5000 × 10⁻⁻10 മീറ്ററിലോട്ട് നമ്മൾ മാറ്റി എഴുതി. ഈ സെന്റിമീറ്ററിലോട്ടൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. 10⁻⁻10 മീറ്റർ. ഇനി അടുത്ത എന്താണ്? തരംഗ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുക. തരംഗ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു 1/λ. വേവ് നമ്പർ = 1/λ എന്ന് പറഞ്ഞു. സോ 1/5800 × 10⁻⁻10 മീറ്റർ. അത് ഏകദേശം ഈ ഒരു വാല്യൂ പെർ മീറ്ററിലോ ആണ് കിട്ടുന്നത്. ദെൻ അടുത്തത് ആവൃത്തി. ആവൃത്തി എന്താണ്? ഫ്രീക്വൻസി. ഇപ്പൊ നമുക്ക് വേവ് ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് സിയുടെ വാല്യൂ നമുക്കറിയാം. അപ്പൊ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്താണ്? ന്യൂ = C/λ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ C/λ. C എന്താണ്? 3 × 10⁻8 m/s ആൻഡ് λ is 5800 × 10⁻⁻10 മീറ്റർ. നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. അവിടെ നോക്കിക്കേ, ആവൃത്തിയുടെ യൂണിറ്റ് പെർ സെക്കൻഡ്സിൽ എഴുതിയേക്കുന്നത് അല്ലെ? ഹെർട്സ് നമുക്ക് പറയാം. പെർ സെക്കൻഡ് എഴുതാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t എന്നാ പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയാണ്. ഓക്കെ, നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അവിടെ എവിടെയോ വല്ല പോസിറ്റീവോ നെഗറ്റീവോ മാറിപ്പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വല്ലതും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈ വീഡിയോ കാണുന്നവർക്കും അത് കാണാം. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ലേണിംഗ്. താങ്ക് യു.